ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മൈ റിയൽ ലൈഫ് സ്റ്റോറിയിൽ ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്തും എൻ്റെ സഹപാഠിയുമായിട്ടുള്ള ഷൗക്കത്ത് അലിയുടെ പിതാവിൻ്റെ ഒരു അപകട മരണവുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള അമ്പലവയലിൽ അദ്ദേഹം നടത്തുന്ന സ്ഥാപനത്തിന് മുൻപിൽ പാൽ വാങ്ങിക്കുന്നതിന് വേണ്ടി പാൽപാത്രമായി ഒരു റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് അദ്ദേഹം തിരിച്ച് വരുന്ന സമയത്ത് അദ്ദേഹം എടുത്ത പാലിൻ്റെ പാത്രം മാറിപ്പോയോ എന്ന് സംശയിച്ചുകൊണ്ട് വീണ്ടും ആ വാഹനത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന ഒരു സമയത്ത് തൊട്ടടുത്ത് പുറകിൽ നിന്ന് ചീറിപ്പാഞ്ഞു വന്ന കാറ് അദ്ദേഹത്തിന് നേരെ ഇടുകയും ആ ഇടിയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പരിക്കുകൾ സംഭവിക്കുകയും തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കുകയും എന്നാൽ മണിക്കൂറുകൾ നീണ്ടപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു നിമിഷത്തെ അശ്രദ്ധ കാരണം അദ്ദേഹത്തിൻ്റെ വേർപാട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമുള്ളൊരു ദുഃഖകരമായിട്ടുള്ള വാർത്തയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ദൈനംദിനം നിരവധി അപകട മരണങ്ങളാണ് നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മുടെ അശ്രദ്ധ മൂലമാണ് ഒരുപാട് റോഡ് അപകടങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത്. കാൽനട യാത്രക്കാരും അതുപോലെ മറ്റു വാഹനങ്ങളിൽ പോകുന്നവരൊക്കെ റോഡ് സേഫ്റ്റി നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയും നടന്ന് നീങ്ങുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ പല രീതിയിലുള്ള ഡ്രൈവിങ്ങുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളിൽ ഒരാവശ്യവുമില്ലാതെ അതിവേഗത്തിൽ ആരോടൊക്കെയോ മത്സരിച്ചു കൊണ്ടാണ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് നമ്മുടെ റോഡുകളിലൂടെയും നിരത്തുകളിലൂടെയും ഒക്കെ പാഞ്ഞു പോകുന്നത്. ഒരുപക്ഷെ ഇത്രയും നിയമ സംവിധാനങ്ങളും അറിവുകളും ഉണ്ടായിട്ട് പോലും അപകടങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ജീവനുകളാണ് ദിനം പ്രതി പൊലിഞ്ഞു പോകുന്നത്. ഒരുപാട് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് തകർന്നു പോകുന്നത്. അപ്പോൾ നാം ഓരോരുത്തരും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും എല്ലാം നിയമങ്ങൾ പാലിച്ചുകൊണ്ടും ശരിയായ രീതിയിലുള്ള ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടും ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു പരിധിവരെ ഈ അപകടങ്ങളൊക്കെ നമുക്ക് ലഘൂകരിക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് നമ്മുടെ നിരത്തുകളിൽ ദിനം പ്രതി നൂറുകണക്കിന് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് വർദ്ധിച്ചു വരുന്നത്. അതിൽ ചെറുതും വലുതുമായിട്ടുള്ള വാഹനങ്ങൾ വലിയ രീതിയിലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത്രയുമൊക്കെ ഈ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ സുഹൃത്തിൻ്റെ ഉപ്പയുടെ വിയോഗത്തെക്കുറിച്ച് പറയാനുള്ളൊരു കാരണം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ 5 വർഷത്തെ ഹോസ്റ്റൽ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തായിരുന്നു പ്രിയപ്പെട്ട ഷൗക്കത്ത് അലി എന്ന് പറയുന്നത്. ഒരുപക്ഷെ അഗതി മന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും യതീംഖാനകളിലുമൊക്കെ പഠിച്ചിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളുടെ സ്നേഹവും ലാളനയും കിട്ടാത്തതിൻ്റെ ദുഃഖവും അതിലുപരി ഏതൊരാളുടെയും പേരൻ്റായിട്ട് ആ ഹോസ്റ്റലിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു പേരൻ്റ് ആയിക്കോട്ടെ, അതൊക്കെ ആ സ്ഥാപനത്തിലെ മുഴുവൻ കുട്ടികളുടെയും പേരൻ്റായിട്ടാണ് വരുന്ന രക്ഷിതാക്കളെ അവിടുത്തെ കുട്ടികൾ കാണാറുള്ളത്. അതുപോലെയാണ് പ്രിയപ്പെട്ട ഷൗക്കത്ത് അലിയുടെ മാതാപിതാക്കൾ ആ സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മധുരവും പലഹാരവും അതിലുപരി നിറയെ സ്നേഹവും തന്നുകൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിച്ചത് ഞാനിപ്പോഴും ഓർത്തെടുക്കുകയാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗ ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു അപകട ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടപ്പോൾ ശരിക്കും വലിയ രീതിയിലുള്ള സങ്കടം അനുഭവപ്പെടുകയുണ്ടായി. ആ സമയത്ത് തന്നെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള അമ്പലവയലിൽ പോവുകയും പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ വീട് സന്ദർശിക്കുവാനൊക്കെയുള്ളൊരു അവസരമുണ്ടായി. പ്രിയപ്പെട്ട കൂട്ടുകാരിൽ നിന്ന് ആ ഒരു അപകട വാർത്തയും അതുണ്ടാവാനുള്ള സാഹചര്യങ്ങളും ഒക്കെ കേട്ടറിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ആ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന, പ്രതീക്ഷയായിരുന്ന പ്രിയപ്പെട്ട പിതാവ് അവരിൽ നിന്ന് എന്നേക്കുമായി യാത്ര പറഞ്ഞു പോയിരിക്കുന്നു. ഒരുപാട് വേദനകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും എല്ലാം നൽകിക്കൊണ്ടാണ് ആ പിതാവ് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം ദൈവം തമ്പുരാൻ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങളെല്ലാം ദൈവം തമ്പുരാൻ പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം. പ്രിയപ്പെട്ട കൂട്ടുകാരന്, അവരുടെ മാതാവിന്, അവരുടെ സഹോദരി സഹോദരന്മാർക്കൊക്കെ നല്ല ക്ഷമ നൽകുന്നതിന് വേണ്ടിയൊക്കെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇത്തരത്തിൽ പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മളെ കാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ യാത്രകളൊക്കെ വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനും അപകടങ്ങളെ നമ്മൾ ക്ഷണിച്ചു വരുത്താതെ ശ്രദ്ധിക്കുന്നതിനൊക്കെ വേണ്ടി എല്ലാവരുടെയും കരുതലും കാവലും ഉണ്ടാവണം. ദിനം പുലർന്നു കഴിഞ്ഞാൽ നൂറുകണക്കിന് ജനങ്ങൾ അവരുടെ ജീവിത പ്രശ്നങ്ങളുമായി, രോഗങ്ങളുമായി, മറ്റു പ്രതിസന്ധികളുമായി റോട്ടിലിറങ്ങി വാഹനം ഓടിക്കുമ്പോഴായാലും നടന്നു നീങ്ങുമ്പോഴായാലും അവരുടെ ചിന്തകളും അവരുടെ ലക്ഷ്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചില്ല എങ്കിൽ ദിനം പ്രതി നമ്മൾ കാരണം ഒരുപാട് ജീവനുകൾ നിരത്തുകളിൽ പൊലിഞ്ഞു പോകും. അതൊരിക്കലും ഉണ്ടായിക്കൂടാ. അതിന് നമ്മളൊരിക്കലും ഒരു കാരണക്കാരായിട്ട് മാറുവാനും പാടില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ റിയൽ ലൈഫ് സ്റ്റോറിയിൽ ഇന്നത്തെ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതുവരെ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ നമ്മൾ കാരണം ഒരാളുടെയും ജീവൻ പൊലിയാൻ പാടില്ല. നമ്മുടെ ജീവൻ അപകടത്തിൽപ്പെടാൻ പാടില്ല. അപ്പം അതിന് നാം എല്ലാവരും എപ്പോഴും ജാഗരൂകരായിക്കൊണ്ട്, പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന സമയത്ത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട്, ഓവർ സ്പീഡ് പാടില്ലാത്ത സ്ഥലത്ത് ഓവർ സ്പീഡ് ഇല്ലാതെയും, അതുപോലെ കാൽനട യാത്രക്കാർക്ക് സീബ്ര ലൈനിലൂടെ നടന്നു പോകുന്നതിനുള്ള അവസരവും എല്ലാം കൊടുക്കണം. കാരണം നമ്മൾ ഒരു നിമിഷത്തെ തിരക്ക് കാണിച്ചുകൊണ്ട് നടു റോഡുകളിൽ ഒരുപാട് ജീവനുകൾ എടുക്കാൻ നമ്മളായിട്ട് കാരണം ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ നമ്മുടെ സഹോദരിയും സഹോദരന്മാരും മക്കളും അമ്മമാരും അച്ഛന്മാരും ഒക്കെയാണ് റോഡുകളിൽ പല ആവശ്യങ്ങൾക്കായിട്ട് ദിനം പ്രതി യാത്ര ചെയ്യുന്നത്, വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് എല്ലാം. അപ്പോൾ ഇന്നത്തെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഒരു സുഹൃത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം. നിങ്ങൾക്കേവർക്കും ദൈവം തമ്പുരാൻ നല്ല രീതിയിൽ ജീവിക്കുവാനും നല്ല രീതിയിലുള്ള മരണം ലഭിക്കുവാനും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മൈ റിയൽ ലൈഫ് സ്റ്റോറിയിൽ മറ്റൊരു അനുഭവ കഥകളുമായി നാളെ വീണ്ടും കാണാം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് ഉണ്ടാവണം എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.